കഥയുടെ തുടക്കത്തിൽ സിയാങ്ങിനെയാണ് കാണിക്കുന്നത്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സിയാങ് ഒരു സ്വപ്നം കാണുന്നു. സ്വപ്നമെന്ന് പറയാൻ പറ്റില്ല, 6 വർഷം മുന്നേ അവളുടെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ സംഭവമാണ്. ലോകത്തിലെ ആദ്യത്തെ ഫീമെയിൽ ഗോൾഡൻ മെഡൽ വാങ്ങുന്ന ലോയറാണ് സിയാങ്. 6 വർഷം മുന്നേ നടന്ന ഒരു സംഭവം അവൾ സ്വപ്നത്തിൽ കണ്ട് അവളെക്കുറിച്ച് കൂടുതൽ അഭിമാനിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അവൾ ആ ജോലിയെല്ലാം വിട്ട് സ്നേഹിക്കുന്നവനുമായി മാരേജ് ചെയ്ത് ഹൗസ് വൈഫായിട്ടാണ് ഇരിക്കുന്നത്. സിയാങ് എഴുന്നേറ്റുടനെ ഹീറോ വരുന്നു. ഹീറോയുടെ പേരാണ് ഗോ. ഗോനെ കണ്ട ഉടനെ ലേറ്റായി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞ് സിയാങ് പോകുമ്പോൾ ഗോ അവളെ പിടിച്ചു നിർത്തി. അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, നീ റെസ്റ്റ് എടുക്ക്, എനിക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പോകുന്നു. 6 വർഷമായി അവൾ കോർട്ടിലും പോയിട്ടില്ല, ഒരു കേസും പോലും അറ്റൻഡും ചെയ്തിട്ടില്ല. അപ്പോൾ അവളുടെ ഫ്രണ്ട് ഓൺലൈൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു വിളിക്കുന്നു. ഗോന് അവൾ പുറത്തേക്ക് പോയി ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല. കൂടാതെ അവൾ ഒരു ടോപ്പ് ലോയർ ആണെന്നും അവനും അറിയില്ല. ഇത്രയും സ്നേഹനിധിയായ ഭർത്താവിനെ അവൾക്ക് കിട്ടിയതിൽ അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ അവൾ ഈ ഓൺലൈൻ വഴി ലോയറായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യം ഗോനും അറിയില്ല. അങ്ങനെ ലോയറായിട്ടിരുന്ന് വരുന്ന കസ്റ്റമേഴ്സിന്റെ എല്ലാ ഡൗട്ട്സും ഇവൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു വോയിസ് കേൾക്കുകയാണ്. ആ വോയിസ് അത് മറ്റാരുടെയും വോയിസ് അല്ല, അവളുടെ ഭർത്താവിൻ്റെയാണെന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ പിടികിട്ടുകയാണ്. അവൻ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണോ എന്ന് നോക്കിയാൽ അവന്റെ അസിസ്റ്റന്റ് മടിയിലിരുത്തി, ഞാനൊരു പെണ്ണിനെ വിവാഹം ചെയ്തു, അവളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഞാനാണ് അവൾക്ക് ജോലിയെല്ലാം ചെയ്തു കൊടുക്കുന്നതെന്നും അവളുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ അവളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം എന്റെയിലേക്ക് വരുത്തി ഡിവോഴ്സ് ചെയ്യാനായി ഹെൽപ്പ് ചെയ്യുമോ എന്ന് ലോയറായ അവളോട് തന്നെ ചോദിക്കുകയാണ്. ഇത് തന്റെ ഭർത്താവാണെന്ന് മനസ്സിലാക്കിയ സിയാങ് അവന്റെ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യാനായി ഒരു പ്രൊജക്റ്റ് കിട്ടാൻ വേണ്ടി അവൾ ഒരുപാട് ഡ്രിങ്ക് കുടിച്ചായിരുന്നു. അപ്പോൾ അവന്റെ ഭാര്യ എനിക്കായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ അടുത്തിരുന്ന അസിസ്റ്റന്റായ ഷിയുടെ സൗണ്ടും കൂടി കേൾക്കുമ്പോൾ അവൾ ആ കോള് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഗു വീട്ടിൽ വരുമ്പോൾ സിയാങ് വീടെല്ലാം തുടച്ചിടുകയാണ്. അവൻ അവളെ പിന്നീട് വന്ന് റൊമാൻറ്റിക് ആയിട്ട് കെട്ടിപ്പിടിക്കുന്നു. സ്വന്തം ഭർത്താവിന്റെ സത്യസന്ധത മനസ്സിലാക്കിയ അവൾ മാറി നിന്ന് തിരിയുമ്പോൾ ഗു അവൾക്ക് ഒരു ഗിഫ്റ്റ് സമ്മാനിക്കുകയാണ്, അതും നെക്ലസ്. ആ നെക്ലസ് ഓൾറെഡി സിയാങ്ങിന്റെ തന്നെയാണ്. അവൾ പോലും അറിയാതെ എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. ഇത് എന്റേതല്ലേ, ഇവൻ എന്തിനാ ഇത് എനിക്ക് തരണം എന്ന് ചിന്തിച്ച് അവളുടെ മുഖഭാവമൊക്കെ മാറി കാണുമ്പോൾ, നിനക്ക് ഈ ഗിഫ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ കുറച്ച് ക്യാഷ് തരാം, നിനക്കിഷ്ടമുള്ളത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് അവളുടെ ഫോണിലേക്ക് കുറച്ച് ക്യാഷ് ഇട്ട് കൊടുക്കുന്നു. ആ ക്യാഷ് കാണുമ്പോൾ അവൾ 6 വർഷം മുന്നേ എടുക്കുന്ന കേസിൽ ഇതിലും കൂടുതൽ സമ്പാദിച്ചിട്ടുണ്ട്. പോയി ഇവന് വേണ്ടി എൻ്റെ ലൈഫ് തന്നെ വേസ്റ്റാക്കി, പോകെ പിച്ചച്ചട്ടിയിലിടുന്ന ക്യാഷാണ് ഇപ്പോൾ എനിക്ക് അവൻ തരുന്നതെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ ഗു അവൻ്റെ ഫോൺ അവളുടെ അടുത്ത് വെച്ചിട്ട് മറന്നിട്ട് പോവുകയാണ്. ആ സമയത്ത് അവൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു. അത് എന്താണെന്ന് നോക്കുമ്പോഴാണ് ഷിയുടെ ഫോട്ടോ. കൂടെ ഇന്ന് രാത്രി വരുമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ഫോൺ അവളുടെ കയ്യിലാണെന്ന് കാണുമ്പോൾ ഉടനെ അവളെ തട്ടി മാറ്റി ആ ഫോൺ കൈക്കലാക്കുന്നു. ഇവൾ താഴേക്കെടുക്കുന്നത് കണ്ട് അയ്യോ അറിയാതെ പറ്റിപ്പോയതാ, അർജന്റ് കോള് വന്നതാണെന്ന് കരുതിയിട്ടാണ് അവളെ എഴുന്നേൽപ്പിക്കുന്നു. അവളും ആ ഒരു മെസ്സേജ് കണ്ട ദേഷ്യത്തിൽ അവന്റെ കൈവിടുകയും ഇവൾ ആ ഒരു മെസ്സേജ് കണ്ടിട്ടില്ലെന്ന് കരുതി ഇന്നൊരു വലിയ പ്രൊജക്റ്റ് ഡീല് ചെയ്യാനുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ചിലപ്പോഴായിരിക്കും വരിക എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇതിനുമേൽ ഇവന്റെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല, ഇവൻ തന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഇവൾ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് കരുതി ശേഷം അവൾക്ക് ഒരു മെസ്സേജ് വരിക. അത് മറ്റാരുടെയുമല്ല, ഗൂന്റെയാണ്. എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഇവളും ആ ഒരു ഇതിന് സമ്മതിക്കുകയാണ്. അപ്പോൾ അവളുടെ ഫ്രണ്ട് ബാറിൽ ഒരു പെണ്ണിനോടൊപ്പം ഡ്രിങ്ക് എല്ലാം കുടിച്ച് തകർക്കുകയാണ് എന്ന് പറഞ്ഞ് കുറച്ച് ഫോട്ടോസുകൾ ഇവൾക്കും അയക്കുന്നു. ഇവളും ഗോള്ള ബാറിൽ പോകുമ്പോൾ അവനോട് റിവെഞ്ച് ചെയ്യാനായി അവളോടൊപ്പം ഇരിക്കുന്ന ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു. കാരണം അവൻ അവളുടെ സ്വത്ത് വാങ്ങാനായിട്ടാണ് ഡിവോഴ്സ് ചെയ്യാൻ ഒരുങ്ങുന്നത്. ഈ ഒരു തെളിവ് അവൾക്ക് കോടതിയിൽ കാണിച്ചാൽ തന്നെ ചീറ്റ് ചെയ്ത് സ്വത്തുകൾ തട്ടിയെടുക്കാനാണെന്ന് പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്യാം. അന്ന് രാത്രി അവൾ ആർക്കോ കോൾ ചെയ്ത് ഞാൻ വീണ്ടും ലോയറായിട്ട് വീണ്ടും വരികയാണെന്ന് പറയുന്നു. അടുത്ത ദിവസം വർക്കിനായി ഒരുങ്ങി നിൽക്കുമ്പോൾ ഗുവിന്റെ മെസ്സേജ് വരുന്നു. അവൾക്ക് ഫീസായിട്ട് കുറച്ച് എമൗണ്ട് കൊടുത്തിട്ട്
അവളുടെ എല്ലാ പ്രോപ്പർട്ടിയും വാങ്ങിച്ചെടുത്ത് ഡിവോഴ്സ് മാത്രം വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് ശേഷം ഗു ഷിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. സോഫയിൽ സിയാങ് ഇരുന്ന് ഇതെല്ലാം കാണുകയും അവർ അത്ര ക്ലോസ് ആയിട്ടാണ് വരുന്നത്. ഇനി ലോയർ നോക്കിക്കോളും എന്ന് കരുതി ഭയങ്കര ധൈര്യത്തോടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇനി എനിക്ക് ഈ ബന്ധം മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നും എന്റെ അസിസ്റ്റന്റാണ് ഇവൾ, ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാനായി തീരുമാനിച്ചിരിക്കുന്നു പറയുമ്പോൾ സിയാങ് കാഷ്വലായിട്ട് ഓക്കെ എന്ന് സമ്മതിക്കുന്നു. അതിന് ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിക്കുന്നു. അത് കേട്ട അവൻ ആകെ ഷോക്കാവുകയാണ്. കാരണം വേറൊരുതിയെ കൊണ്ടുവന്നാൽ ഇവൾ പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതി. എന്നിട്ട് അവൻ ഷീ എൻ്റെ കൂടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവളെ ഗു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. റൂമിലിരിക്കുമ്പോൾ ഷീ ഗുവിനോട് ആ ലോയർ എന്തായാലും ഡിവോഴ്സ് വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും വന്നിരിക്കും, എന്നാൽ നമ്മുടെ കാര്യം അവളോട് പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും കരുതില്ല ഇത്രയും വേഗം സമ്മതിക്കുമെന്ന്. 6 വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ചവരിൽ എങ്ങനെ സമ്മതിച്ചു എന്ന് കരുതിയിരിക്കുമ്പോൾ അവനും ചെറിയൊരു ഡൗട്ട് വരികയാണ്. കാരണം അവൾ പെട്ടെന്ന് സമ്മതിച്ചതിൽ. ഇതെല്ലാം സിയാങ് ഡോറിന് പിന്നിൽ കേൾക്കുന്നുണ്ടായി. അങ്ങനെ അടുത്ത ദിവസം സിയാങ് അടുക്കളയിലേക്ക് വരുമ്പോൾ ഗു കോർട്ടിൽ സബ്മിറ്റ് ചെയ്യുന്ന ഫയലൊക്കെ ഇവൾക്ക് കൊടുത്തിട്ട് അത് വാങ്ങിയ സിയാങ് ഞാൻ ഇത് നല്ലോണം നോക്കിക്കോളാം, നിനക്കുള്ളത് നീ റെഡിയാക്കിക്കോ എന്ന് പറയുമ്പോൾ ഇവളും ഒരു ലോയറെ വെച്ച് വാദിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി. നീ ഒരു ലോയറെ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ നീയും ഒരു ലോയറെ വെക്കുമ്പോൾ എനിക്കും വേണ്ടേ എന്ന് പറഞ്ഞ് സിയാങ് അവിടുന്ന് പോവുകയാണ്. ശേഷം സിയാങ് അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും ലോയറുമായ ജൂനെ മീറ്റ് ചെയ്യുന്നു. നീ തിരിച്ചു വന്നതിൽ വളരെ സന്തോഷമെന്ന് ഗോ പറയുമ്പോൾ വരേണ്ട സമയമായി, അതുകൊണ്ട് തന്നെയാണ് വന്നതെന്ന് പറയുന്നു. നിൽക്കുമ്പോൾ തക്ക സമയത്ത് അവിടേക്ക് സിയാങ്ങിനെ ഫോളോ ചെയ്ത് ഗോ വരികയും ജൂവായിരിക്കും ലോയർ എന്ന് കരുതി നോക്കിയൊക്കെ സംസാരിക്കി ആര് കേസിൽ ജയിക്കുമെന്ന് കാണാമെന്ന് ഗോ പറയുമ്പോൾ നിന്നെ 6 വർഷം കല്യാണം കഴിച്ചതാണ് ഞാൻ ചെയ്ത വലിയ തെറ്റ്. നിന്നെ വിവാഹം ചെയ്തിരുന്നില്ലെങ്കിൽ എൻ്റെ കരിയർ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തേനെ എന്ന് പറയുമ്പോൾ സാധാരണ പെണ്ണായ നീ നിനക്ക് എന്ത് കരിയർ, തെരുവിൽ ജീവിച്ച നിനക്ക് ഞാനാണ് ഒരു ജീവിതം നൽകിയത് എന്ന് ഓവറായിട്ട് സിയാങ്ങിനെ നാണം കെടുത്തുന്ന രീതി സംസാരിക്കുമ്പോൾ ജൂന് അത് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. കാരണം ജൂന് ഓൾറെഡി സിയാങ്ങിനെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൂന് കണക്കിൽ കൊടുക്കുന്നു. കേസിൽ തോക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ ഈ ലോയറെ വിട്ട് ഈ കാർഡിൽ ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ട്, അതെടുത്ത് പോയിക്കോ, ഇല്ലെങ്കിൽ ഇതുപോലും കിട്ടില്ല എന്ന് ഗോ പറയുമ്പോൾ ഗോ ഇപ്പോഴും കരുതിയിരിക്കുന്നത് അവനായിരിക്കുമെന്ന്. നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത്, ഡിവോഴ്സ് വരെ എത്താനെന്ന് ചോദിക്കുമ്പോൾ എന്നെ അവൻ ചീറ്റ് ചെയ്തു, ഞാനുമായിട്ട് ഡിവോഴ്സ് ചെയ്യാൻ അവൻ എന്നെയാണ് ലോയറായിട്ട് വെച്ചിരിക്കുന്നത്, എന്നാൽ ആ ലോയർ ഞാനാണെന്ന് അവന് പോലും അറിയില്ല. അത് കേട്ട ജു ഇപ്പോഴാണ് നീ കറക്റ്റായിട്ടുള്ള തീരുമാനമെടുത്തെന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് അവൾ വക്കീലായിട്ട് ഇനി കയറാൻ പോകുന്നതില്ലേ, അതുകൊണ്ട് തന്നെ ജു അവളുടെ വക്കീൽ ഡ്രസ്സ് എടുത്തു കൊടുക്കുമ്പോൾ അവൾക്ക് ആ ഡ്രസ്സ് കാണുമ്പോൾ പഴയ ഓർമ്മകളില്ല. ശേഷം ഇവിടെ ഗു ആണെങ്കിൽ സിയാങ് എന്തായാലും വീട് വിട്ടു പോകുകയല്ലേ എന്ന് കരുതി സാധനങ്ങളെല്ലാം വലിച്ചെറിയുന്നു. ഇത് കണ്ടുവന്ന സിയാങ് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ചോദിച്ചു വരുമ്പോൾ എന്തായാലും ജയിക്കാൻ പോകുന്നത് ഞാനാണ്, നീ എന്തായാലും തോൽക്കും, അപ്പോൾ എപ്പോഴാണെങ്കിലും വീട് വിട്ട് ഇറങ്ങുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞ് ഗോ പറയുമ്പോൾ നീ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്, പകൽ സ്വപ്നം ചിലപ്പോൾ ഫലിക്കണമെന്നില്ല എന്ന് സിയാങ് കളിയാക്കി പറയുന്നു. അതിനുശേഷം കോർട്ടിൽ പോകുന്ന സമയം വരികയാണ്. ഇവിടെ സിയാങ് സ്റ്റൈലിഷ് ആയിട്ട് 6 വർഷം മുന്നേ ആ ഒരു വേഷത്തിൽ കാണുമ്പോൾ ഈ ഒരു തിരിഞ്ഞ നോട്ടമില്ല. വിജയം എൻ്റെ കയ്യിലാണ്. ഇവിടെ കോർട്ടിൽ ഗുവും ഷിയും ലോയർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ലോയർ ഇതുവരെ വരാത്തോണ്ട് തന്നെ ഷീ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്താ വക്കീൽ വരാത്തത്, ഇത്രയും സമയമായില്ലേ എന്ന്. ചിലപ്പോൾ ട്രാഫിക് ജാമിൽ പെട്ടിട്ടുണ്ടാകും, എന്തായാലും അവർ വരാതിരിക്കില്ലെന്ന് ഗോ പറഞ്ഞതും അവിടേക്ക് ഒരു ലക്ഷറി കാര് വരുന്നു. അതായിരിക്കും അവരുടെ ലോയർ എന്ന് കരുതി ചെല്ലുമ്പോൾ അത് മറ്റാരുമല്ല സിയാങ് തന്നെയാണ്. കൂടെ സിയാങ്ങിന്റെ 4 ജൂനിയേഴ്സും ഉണ്ട്. അപ്പോൾ ഗു സിയാങ്ങിനെ കണ്ട ഉടനെ നീ എന്താ വക്കീൽ വേഷത്തിൽ എന്ന് ചോദിക്കുമ്പോൾ സിയാങ് ഒന്നും തന്നെ മിണ്ടണില്ല. നീ ശരിക്കും വക്കീലാണോ അതോ വക്കീലായിട്ട് വേഷം വിട്ടിവിടെ വന്നതാണെന്ന് കളിയാക്കുമ്പോൾ നീ കാണാൻ പോകുന്ന പൂരം പറഞ്ഞയിക്കണോ എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവുകയാണ്. അങ്ങനെ കേസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നാൽ ഗുവിന്റെ കയ്യിൽ സിയാങ് കൊടുത്തുവിട്ട എവിഡൻസ് മാത്രമാണുള്ളത്. അതാണെങ്കിൽ അവൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ആ ഒരു ധൈര്യത്തിൽ അവിടെ ഇരിക്കുന്നു. ജഡ്ജ് ഗുവിനോട് നിങ്ങളുടെ ലോയർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവനും വരും സാർ എന്ന് പറഞ്ഞു ഉടനെ ഫോൺ ചെയ്ത് നോക്കുന്നു. അവനും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ഇനി വരാതിരിക്കുമെന്ന്. അങ്ങനെ ഇവൻ കോള് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റിലിരിക്കുന്ന സിയാങ്ങിന്റെ ഫോണിലേക്കാണ് റിംഗ് ടോൺ അടിക്കുന്നത്. സിയാങ് ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഗുവൻ ഷോക്ക് ആവുകയാണ്. സിയാങ് ഹലോ എന്ന് പറയുമ്പോൾ ഇവന് മനസ്സിലാവുകയാണ്
ലോയറുടെ ഫോൺ എന്താ ഇവളുടെ കയ്യിൽ? ചിലപ്പോൾ ഇവൾ എന്നെ പറ്റിച്ചതാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് എന്താടി എന്തോ വലിയ ലോയർ പോലെ എന്നെ പറ്റിച്ചോ എന്ന് പറയുമ്പോൾ ഞാനൊന്നും നിന്നെ പറ്റിച്ചിട്ടില്ല, നിന്നെ പറ്റിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനെന്ന് പറയുമ്പോൾ അവൻ അത് ഒട്ടും ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. സിയങ് ലോകത്തിലെ തന്നെ ടോപ്പ് നമ്പർ 1 ലോയർ വുമണാണ്. ഇതെല്ലാം കണ്ട് ജഡ്ജ് ഇതൊന്നും നിങ്ങളുടെ വീടല്ല, ഇത് കോടതിയാണ്, കേസ് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് വെച്ച് നിങ്ങൾ തന്നെ പ്രസന്റ് ചെയ്യാൻ പറയുന്നു. ഇവനും ആ എവിഡൻസ് നോക്കാതെ ഓപ്പോസിറ്റിലിരിക്കുന്നവളാണ് എന്റെ ഭാര്യ, എന്നെ ചീറ്റ് ചെയ്തു, അതുകൊണ്ട് ഇവളുടെ പ്രോപ്പർട്ടി മൊത്തം എനിക്ക് വരണം എന്ന് പറഞ്ഞ് എവിഡൻസ് നോക്കുമ്പോൾ ആ എവിഡൻസ് മൊത്തം റൂംഷിയും ക്ലബിലിരിക്കുന്ന ഫോട്ടോസ് ആണ്. അത് മൊത്തം അവന് എതിരെയുള്ള എവിഡൻസും. ഇതൊക്കെ ഫേക്ക് ആണെന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുന്നു. അപ്പോൾ സിയാങ് ഇതെല്ലാം കണ്ട് അവളുടെ പോയിന്റ് പറയുന്നു. ഇതുവരെയും അവൻ എനിക്ക് ഒരു ക്യാഷും പോലും ചെലവാക്കിയിട്ടില്ല, എന്നാൽ അവന് ഞാൻ ചെലവാക്കിയത് എല്ലാ ബില്ലും അവൾ ജഡ്ജിന് കൊടുക്കുന്നു. അപ്പോഴാണ് ഗു, നീ എന്താണ് എനിക്ക് വാങ്ങിച്ചു തന്നത്? ഏത് ക്യാഷ് ചെലവാക്കിയത്? ഒരു ചില്ലി കാശ് പോലും നീ എനിക്ക് ചെലവാക്കിച്ചിട്ടില്ലേ എന്ന് പറയുമ്പോൾ നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഷൂവും നീ കെട്ടിയിരിക്കുന്ന വാച്ച് എല്ലാം തന്നെ എത്ര വില കൂടിയതാണെന്ന് നിനക്ക് അറിയില്ലേ? ഇപ്പോഴാണ് അറിയുന്നത് സിയാങ് ഒരു വക്കീൽ മാത്രമല്ല ഒരു റിച്ച് വുമൻ ആണ്. അപ്പോൾ ജഡ്ജ് നിങ്ങൾ ചെലവഴിച്ച ബില്ലെല്ലാം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവന്റെ കയ്യിൽ എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ സിയാങ് ഫൈനലായിട്ടുള്ള ഷേക്കൊപ്പം ബാറിലുണ്ടായ CCTV ഫുട്ടേജും കാണിക്കുന്നു. കാരണം അവൾ എവിഡൻസ് ആയിട്ട് ഫോട്ടോ കാണിച്ചപ്പോൾ ഗു അത് ഫേക്ക് ആണെന്ന് പറഞ്ഞത് കൊണ്ട് ബാറിലുള്ള വീഡിയോ കാണിക്കുകയാണ്. സിയാങ്ങിന്റെ ഭാഗത്തുള്ള എവിഡൻസ് എല്ലാം ഫേക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ ജഡ്ജ് ഇതിന് ഫൈനലായിട്ട് റിസൾട്ട് പറയാം, അതുകൊണ്ട് തന്നെ കുറഞ്ഞ ബ്രേക്ക് എടുക്കുന്നു. ഫൈനൽ റിസൾട്ട് പറയാം എന്ന് പറഞ്ഞ് ബ്രേക്ക് എടുക്കുന്നു. എല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോയ ഗു നിൽക്കുമ്പോൾ ഞാനൊരു വേറെ ലോയറെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഗുവിനും ഒരു ആശ്വാസമാകുന്നു. അങ്ങനെ ഷീ റെഡിയാക്കിയ ലോയർ വരുന്നു. വന്നതും അവരുടെ ഓപ്പോസിറ്റുള്ള ലോയറിനെ ചോദിക്കുമ്പോൾ ഗു സിയാനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഒരു ലോയർ ശരിക്കും ഞെട്ടുകയാണ്. ഈ കേസ് ഞാനെടുക്കില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കെന്ന് പറഞ്ഞു പോകുമ്പോൾ ഗു അയാളുടെ കൈ പിടിച്ച് എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ എത്ര വലിയ ലോയറാണ്, ഇതിന് പോയി അവളെ പേടിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഗു അറിയുന്നത് സിയാങ് സാധാരണ ലോയറല്ല, പേര് കേട്ട ടോപ്പ് ലോയർ ആണ്. അവൾക്ക് മറ്റൊരു പേരും കൂടിയുണ്ട്, ലിസിയ. അത് അറിയാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്, വേണമെങ്കിൽ ഓൺലൈൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുന്നു. ഷീയുടെ ഫോൺ വാങ്ങി സിയാങ്ങിന്റെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ വേൾഡിലെ 3 ലോയർമാരിൽ ഗോൾഡ് മെഡൽ വാങ്ങിച്ച ഒരേ ഒരു വുമൺ അത് സിയാങ് ആണ്. അത് കണ്ട അവനും ഷോക്കാവുകയാണ്. എല്ലാം അറിഞ്ഞതോടെ സിയാങ്ങിനോട് വന്ന് ഇനി എനിക്ക് തരാനുള്ളത് കറക്റ്റായിട്ട് പേ ചെയ്യണം, ഞാൻ എൻ്റെ സാധനങ്ങൾ എടുക്കുന്ന വഴിയാണ് നോക്കുന്നത്, ഇതിനെ എല്ലാം നീ അനുഭവിക്കും, നിന്റെ ഗേൾ ഫ്രണ്ടിന് വാങ്ങിച്ചു കൊടുത്തതും എൻ്റെ ക്യാഷ് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ നീ എത്ര വലിയ വക്കീലാണെങ്കിലും ഈ നാട്ടിൽ വേറെ വക്കീൽമാരുണ്ട്, എനിക്ക് കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ് സിയാങ്ങിന്റെ ഓപ്പോസിറ്റായിട്ട് ഓരോ വക്കീലിനെയും അവൾ വിളിച്ചു ചോദിക്കുന്നു. എന്നാൽ ആരും സിയാങ്ങിന്റെ പേര് കേൾക്കുമ്പോൾ കോള് കട്ട് ചെയ്ത് പോവുകയാണ്. ശേഷം ബ്രേക്കെല്ലാം കഴിഞ്ഞ് ജഡ്ജ് വരുന്നു. വേറെ നിവർത്തില്ലാത്തതുകൊണ്ട് തന്നെ ഗു സിയാങ്ങിന്റെ അടുത്ത് വന്ന് കേസ് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, നിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് പാതി എനിക്ക് തന്നാൽ മതി, ഡിവോഴ്സ് ചെയ്ത് ഞാൻ നിന്റെ വഴിക്കും നീ നിന്റെ വഴിക്കും പൊക്കെന്ന് പറയുമ്പോൾ നീ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് എല്ലാത്തിനും തിരിച്ചു തരണ്ടേ, അതിനുള്ള ശിക്ഷയും നിനക്ക് കിട്ടണം എന്ന് പറഞ്ഞ് അവൾ അതിൽ നിന്ന് പിന്മാറുന്നില്ല. ഇവളും അവന്റെ വഴിയിൽ വരില്ലെന്ന് കണ്ടോടനെ ഗു ജഡ്ജിന്റെ അടുത്ത് ചെന്ന് ഈ കേസിൽ എനിക്ക് വിധി കിട്ടണം, എത്ര ക്യാഷ് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞതും എന്ത് ധൈര്യമാണ് ഇങ്ങനെ എന്നോട് പറയാൻ, നിനക്ക് തരാനുള്ള ശിക്ഷയിൽ നിന്നും കുറച്ചും കൂടി കൂട്ടി ഞാൻ ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജഡ്ജും ഭീഷണിപ്പെടുത്തുന്നു. ശേഷം എവിഡൻസ് എല്ലാം ഗുവിന് എതിരായത് കൊണ്ട് തന്നെ സിയോന്റെ പ്രോപ്പർട്ടി എല്ലാം അവൾക്ക് തന്നെ സ്വന്തമാണെന്നും ഗുവിന് വേണ്ടി ചെലവഴിച്ച എല്ലാ ക്യാഷും അവൻ തിരിച്ച് പേ ചെയ്യണമെന്ന് പറയുന്നു. അതിന് ഗു ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല. എന്നാൽ ജഡ്ജ് ഇതെല്ലാം നീ ചെയ്യണം, കൊടുക്കേണ്ട സമയത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ നിന്നെ ജയിലിലടയ്ക്കും പറഞ്ഞ് വീണ്ടും അവനെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ സിയാങ് കേസ് ജയിച്ച് പുറത്തേക്ക് വരുമ്പോൾ 6 വർഷത്തിന് ശേഷം കേസ് വിൻ ചെയ്തതിൽ ജു ബൊക്കെ കൊടുത്ത് വെൽക്കം ചെയ്യുന്നു. ആ ഒരു സമയത്ത് പ്രസ് എല്ലാം തന്നെ വന്ന് അവളെ ഇന്റർവ്യൂ ചെയ്യുന്നു. കാരണം 6 വർഷം കഴിഞ്ഞിട്ടല്ലേ വീണ്ടും വക്കീൽ വേഷമായിട്ട് വന്ന് കേസ് വിൻ ചെയ്തത്, ഒരുപാട് സന്തോഷമായെന്ന് പറഞ്ഞ് പ്രസ്സിനോട് സംസാരിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് ഗോവേഗം വന്ന് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊക്കെ എങ്ങനെ പറയാൻ സാധിക്കും, അതും ഓപ്പണായി നിന്റെ ആളെ അടുത്ത് നിർത്തി കരുതിയിരിക്കുന്നത് ഡിവോഴ്സിന് ഇവൾ വേഗം സമ്മതിച്ചു തന്നെ ജൂമായി അവൾ പ്രണയത്തിലായിരിക്കും എന്ന് കരുതിയിട്ടാണ്, മര്യാദയ്ക്ക് സംസാരിക്കി, നിന്റെ എല്ലാ എവിഡൻസും ഇപ്പോഴും
എൻ്റെ കയ്യിലാണുള്ളത്, അത് ഞാൻ പുറത്ത് ലീക്കാക്കുമെന്ന് പറയുമ്പോൾ അതിനുമേൽ അവന് ഒന്നും തന്നെ മിണ്ടാൻ പറ്റാത്ത വിധം സിയാങ് ഗുവിന്റെ വാടപ്പിക്കുന്നു. ഗു, എല്ലാവർക്കും മുന്നിൽ നീയാണ് എൻ്റെ ജീവിതം തകർത്തത്, എൻ്റെ ജീവിതം തന്നെ പോയി, ഞാൻ നല്ല രീതിയിൽ ജീവിച്ചു പോയതല്ലേ, നീ വന്നതോടെ എൻ്റെ ജീവിതം ചവിട്ടുകൊട്ടേന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രസ്സിനോട് സിയാങ്, എന്നോടുള്ള ചോദ്യം കഴിഞ്ഞല്ലേ, ഇനി അവരോട് പോയി ചോദിക്കുക, അവരുടെ ആ വീഡിയോ കുറച്ച് ക്ലോസ് ആയിട്ട് എടുക്കാൻ പറഞ്ഞ് അവളും അവിടുന്ന് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരുപാട് വർഷം കഴിഞ്ഞ് ടോപ്പ് ലോയർ ആയി വന്നിട്ടുണ്ട്. അയാളുടെ പേര് ലിയാങ്. പറഞ്ഞത് കേട്ടത് ഷീ ലിയോങ്ങോ, അത് എൻ്റെ അച്ഛനാണ്, പ്രൊഫഷണൽ ലിയങ്. എൻ്റെ അച്ഛൻ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വരുന്നത്, എന്തായാലും അച്ഛൻ നമ്മളെ സഹായിക്കാതിരിക്കില്ല എന്ന് പറയുമ്പോൾ അവളുടെ അച്ഛനെ വെച്ച് ഈ കേസ് സിയാങ്ങിനെ തോൽപ്പിച്ച് എല്ലാ പ്രോപ്പർട്ടിയും കൈക്കലാക്കാമെന്ന് കരുതി അവളോട് ക്ഷമ പറഞ്ഞു. ഇവിടെ സിയാങ് പെൻഡന്റ് കണ്ട് ഒരുപാട് ഫീൽ ചെയ്തിരിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ അവളുടെ അമ്മ മരിക്കുന്നതിന് മുന്നേ അവൾ പഠിച്ച് നല്ല രീതിയിൽ ലോയറായിട്ട് മാറണം എന്നാണ് അവരുടെയൊക്കെ ആഗ്രഹം. അത് പറഞ്ഞ് അവരുടെ കയ്യിലുണ്ടായ ഏക പെൻഡന്റ് അവൾക്കും കൊടുക്കുന്നു. അത് കണ്ട് 6 വർഷം മുന്നേ ടോപ്പ് ലോയറായി ഇരുന്നതാണ്, എന്നാൽ അവൻ കാരണമാണ് എൻ്റെ ലോയർ പദവി വിട്ടത്. ഇനി ഞാൻ ഒന്നും തന്നെ വിട്ടുകൊടുക്കില്ല, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ലോയറാകും എന്ന് അവൾ ഉറപ്പു നൽകുന്നു. ശേഷം സിയാങ് വീണ്ടും ലോയറായി വന്നത് കാരണം അവൾക്കായിട്ട് വെൽക്കം പാർട്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ സിയാങ്ങിൻ്റെ അച്ഛൻ വരുന്നുണ്ട്, കാരണം അവരുടെ പെർമിഷൻ ഇല്ലാതെയാണ് ഗുവിനെ അവൾ വിവാഹം ചെയ്തത്. അതുകൊണ്ട് അച്ഛൻ അവളെ ഇതുവരെ കാണാൻ വന്നിട്ടില്ല. ഇപ്പോൾ മകൾ വീണ്ടും ലോയറായി വന്നെന്ന് കേട്ടതോടെ ആ ഒരു സന്തോഷത്തിൽ അദ്ദേഹം വരികയാണ്. സിയാങ് ഓഫീസിൽ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഗുവും ഷീയും വരുന്നു. ഇവരെ കണ്ട സിയാങ്, നിങ്ങൾ ആരാണ് ഇവിടെ ക്ഷണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പ്രൊഫസർ ലിയുടെ മകളാണെന്ന് കേൾക്കുന്ന സിയാങ് ഷോക്കായി. എൻ്റെ അച്ഛന് വേറൊരു മകളോ? ഞാൻ കരുതില്ല, എനിക്കൊരു അനിയത്തിയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സിയാങ്ങിന്റെ കഴുത്തിൽ കിടന്നിരുന്ന പെൻഡന്റ് കണ്ടുടനെ, ഇതൊക്കെ നീ എന്തിനാ ഇടുന്നത്? ഞാനാണ് പ്രൊഫസർ ലിയുടെ മകൾ എന്ന് പറഞ്ഞ് സിയാങ്ങിന്റെ കഴുത്തിലുണ്ടായ പെൻഡന്റ് വലിച്ചു പൊട്ടിക്കുന്നു. അവളുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്തതിനാൽ വാങ്ങിച്ചെടുക്കുമ്പോൾ ഗു അവളുടെ കൈ പിടിച്ച് തള്ളിയിടുന്നു. അത് തന്റെ അമ്മ തന്നതാണ്, ദൈവത്തോർത്ത് തരാനായി പറഞ്ഞ് സിയാങ് കെഞ്ചി കേൾക്കുമ്പോൾ ഗു വേണമെന്ന് വെച്ച് അവനോട് ചെയ്ത ദ്രോഹത്തിന് ആ പെൻഡന്റ് താഴിട്ട് പൊട്ടിക്കുന്നു. ഗുവിന് ദേഷ്യം കയറി സിയോങ്ങിനെ അടിക്കാനായി കൈപ്പൊക്കുമ്പോൾ പിന്നാലെ പ്രൊഫസർ ലീ വരുന്നു. വന്നതും എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കുന്നു. പ്രൊഫസർ ലീയെ കണ്ട് മറ്റുള്ളവർ ഷോക്കായെങ്കിലും ഷീയും ഗുവും ഉടനെ ഓടിപ്പോയി പ്രൊഫസർ ലിയോട്, നിങ്ങളല്ലേ ഷിയുടെ അച്ഛൻ, ഷിയെ ഒരുത്തി ഓവറായിട്ട് സംസാരിച്ച് അതാണ് അവരെ അടിക്കാനായി പൊക്കിയത്, വേറൊന്നുമില്ലെന്ന് ഗു പറയുമ്പോൾ പ്രൊഫസർ ലീ രണ്ടുപേരെ മാറ്റി നിർത്തിയിട്ട് സിയാങ്ങിന്റെ അടുത്തേക്ക് പോകുന്നു. അച്ഛനെ കണ്ടവൾ അമ്മയുടെ ചെയിൻ പൊട്ടിച്ച്, ഇത് എനിക്ക് ഒരുപാട് സഹിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് കരയുമ്പോൾ മകൾ കരയുന്നത് കണ്ട് പ്രൊഫസർ ലീക്ക് ഒരുപാട് ദേഷ്യം വന്ന് ഇതെല്ലാം കണ്ട ഗു ആകെ ഷോക്കായി. യഥാർത്ഥത്തിൽ സിയോങ്ങിന്റെ അച്ഛനാണോ പ്രൊഫസർ ലീ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് ധൈര്യമാണ് എൻ്റെ മകളുടെ സാധനങ്ങൾ പൊട്ടിക്കാൻ, എത്ര വില പിടിച്ചതാണെന്നറിയോ, 100 മില്യൺ, അതിൽ നീ എന്തായാലും പേ ചെയ്യണമെന്ന് പറഞ്ഞ് അവരുടെ ആൾക്കാരെയും കൊണ്ട് രണ്ടുപേരെയും പുറത്താക്കുകയാണ്. എടുത്ത ഡിസിഷനാണ് ബെറ്റർ, ഇനി നിന്റെ ഒപ്പം ഈ അച്ഛനും കൂടെ ഉണ്ടാകും, കരിയറിൽ നീ വലിയ ലോയർ ആകണം എന്ന് കരയുമ്പോൾ അവൾ പൊട്ടിപ്പോയ പെൻഡന്റ് മുറുകെ പിടിച്ച് അച്ഛന് ഉറപ്പ് നൽകുന്നു. അടുത്ത ദിവസം സിയാങ് വർക്ക് ചെയ്യുമ്പോൾ ഗു അവളുടെ ഓഫീസിൽ വന്ന് ചെയ്ത തെറ്റിന് മാപ്പ് പറയുകയും ഒരു ചാൻസ് കൂടി തരാനായി പറയുന്നു. എന്നാൽ അവനെ ഒട്ടും തന്നെ അവൾ വിശ്വസിച്ചില്ല. ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബൊക്കയുമായി ഗു വീണ്ടും അവളുടെ അടുത്തേക്ക് വന്ന്, ദൈവത്തോർത്ത് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ബൊക്ക കൊടുക്കുന്നു. അവളും അത് വാങ്ങി വേസ്റ്റ് ബിന്നിലിടുകയാണ്. വേറെ നിവർത്തില്ലാത്തോണ്ട് തന്നെ അവളുടെ കാലിൽ വീണ്, എന്നെ ഭർത്താവായിട്ട് സ്വീകരിക്കേണ്ട, ഒരു വേലക്കാരനായിട്ട് എന്നെ ഒന്ന് താമസിപ്പിക്കാന്നോ, വീടും കൊടിയും ഒന്നുമില്ലെന്ന് പറഞ്ഞത് അവൾ അവനെ ഒരു വേലക്കാരനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവൾ പറയുന്നതെല്ലാം അനുസരിച്ച് കേട്ട് അവൻ അവിടെ കുറച്ചുനാളും ജോലി ചെയ്തു. പക്ഷെ ഒരു ദിവസം മോപ്പും കൊണ്ട് തറ തുടയ്ക്കുമ്പോൾ അവളെ കൊടുക്കാനായി അവൻ വീണ്ടും പ്ലാൻ ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം അവൾ മാറി നിന്നും കേൾക്കുന്നുണ്ടായി. ഉടനെ ജൂനോട് സിയാങ് ഇക്കാര്യം അറിയിക്കുന്നു. അവൻ എന്നെ കൊടുക്കാനായി വേണ്ടി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇവരിനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല, ജയിലിൽ തന്നെ കിടക്കണം, പോലീസായിട്ട് വരണമെന്ന് പറയുന്നു. ഇവിടെ അവൻ കാറിലിരിക്കുമ്പോൾ അവൾക്ക് മയക്കുമരുന്നിട്ട് ജ്യൂസ് കൊടുക്കുന്നു. ഇത് തന്നെ മയക്കി കിടത്തി എന്തെങ്കിലും പ്ലാൻ ചെയ്യാനാണെന്നും മനസ്സിലാക്കി അവൾ കുടിക്കുന്നത് പോലെ അഭിനയിച്ച് കുറച്ചു നേരം മയങ്ങുന്നത് പോലെ ആക്ട് ചെയ്യുന്നു.
അടുത്ത നിമിഷം അവൻ ഹോട്ടലിൽ ഒരു റൂമെടുത്ത് അവളെ കൊണ്ടുവന്ന് ഇവളും മയങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റതുപോലെ അഭിനയിച്ച് ഗു വേറെ ഒരുത്തനെ കൂട്ടിക്കൊണ്ടുവരുന്നത് കാണുന്നു. നീ എന്നെ ചീറ്റ് ചെയ്യുന്നത് പോലെ തെറ്റിദ്ധരിപ്പിച്ച് നിന്റെ ലോയർ പദവി ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് തക്ക സമയത്ത് ജോൺ പോലീസുമായി വരുന്നു. അവൻ കൊണ്ടുവന്നവനെ പിടികൂടുകയും നീ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാനാണ് ഇത്രയും നേരം നോക്കിയത്. ഇപ്പോൾ ഇതിനുള്ള എവിഡൻസ് വെച്ച് നിന്നെ ഞാൻ പുറം ലോകം കാണിക്കില്ല എന്ന് പറഞ്ഞ് അവനെ പോലീസ് കൊണ്ടുപോവുകയാണ്. അടുത്ത ദിവസം അവൾ ഓഫീസിൽ വരുമ്പോൾ അവളുടെ അച്ഛനും ഗുവും പുതിയ ഓഫീസ് വരെ റെഡിയാക്കി കൊടുക്കുകയാണ്. ഇനി ഈ ഓഫീസ് നോക്കേണ്ടത് നീയാണെന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ ആ ഓഫീസിന് കീ കൊടുത്തിട്ട് അവളുടെ കരിയറിലെ ഓരോ വളർച്ചയ്ക്കും വലുതും ഇടതുമായി അച്ഛനും ജോനും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി ഈ ഡ്രാമ ഇതോടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ